ഹരിയാനയിലെ വോട്ട് കൊള്ളയെ സംബന്ധിച്ച് പുതിയ വിവരങ്ങൾ പുറത്താകുന്നു. പുതിയ വിവരങ്ങൾ വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കുകയാണ്. വോട്ട് കൊള്ള ആരോപിച്ച് രാഹുൽ ഗാന്ധി നടത്തിയ പത്രസമ്മേളനം അത് യഥാർത്ഥത്തിൽ ജനങ്ങളുടെ കണ്ണ് തുറപ്പിക്കണം. അത് ആര് പറഞ്ഞു എന്നുള്ളതല്ല, എന്താണ് പറഞ്ഞതെന്ന് വേണം നോക്കാൻ. ഇപ്പം രാഹുൽ ഗാന്ധിയോട് വിരോധമുള്ള ആളുകൾ ഒരുപാടുണ്ട്. അയാളെ പപ്പു എന്ന് വിളിച്ച് ആക്ഷേപിക്കുന്ന ആളുകളുണ്ട്. അതൊക്കെ അവരെ കയ്യിരുന്നോട്ടെ. പക്ഷെ അയാൾ എന്താ പറഞ്ഞത്, അതിൻ്റെ കണ്ടൻറ് എന്താണെന്ന് മനസ്സിലാക്കണ്ടേ? അതാണ് നോക്കേണ്ടത്. അയാൾ പഠിച്ച് ഹോംവർക്ക് ചെയ്ത് വളരെ ബന്ധപ്പെട്ട് നടന്ന് ഇത് പഠിച്ചതിന് ശേഷം പറയുന്ന വിവരങ്ങളാണത്. അപ്പോൾ ഒരാളൊരു കാര്യം പഠിച്ച് പറയുമ്പോൾ അതെന്താണ്, അത് ശരി തെറ്റോ, അതിലോ എന്താണ് അതിൻ്റെ ശരിയോ അത് തെറ്റോ എന്നുള്ളതിനെക്കുറിച്ച് ആലോചിക്കണം. അതല്ലാതെ അയാൾ പറഞ്ഞു അതുകൊണ്ട് അത് ആര് കേൾക്കും എന്നുള്ള ഒരു കാഴ്ചപ്പാടാണ് ഇന്ന് എടുത്തുകൊണ്ടിരിക്കുന്നത്. കാരണം ശബ്ദത്തെ, വിമർശനങ്ങളെ അടിച്ചമർത്താനുള്ള എളുപ്പ വഴിയാണ് ആക്ഷേപിക്കുന്നത്. ഒരാൾ എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ അയാളെ ആക്ഷേപിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം അയാൾ പറയുന്ന കാര്യം എന്താണെന്നല്ല നോക്കുന്നത്, ആ ആക്ഷേപിക്കുന്നതിൻ്റെ കാര്യം ഏതെങ്കിലും വിധത്തിൽ അയാളെ ആക്ഷേപിച്ചിട്ട് അയാളുടെ വായടപ്പിക്കുക. ഇതാണ്. അങ്ങനെ ആകരുത് നമ്മുടെ സിസ്റ്റം. ഒരിക്കലും അങ്ങനെ ആകാൻ പാടില്ല. ഇതിൽ ഈ ആരോപണം നടത്തിയതിൻ്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തോട്ട് വന്നുകൊണ്ടിരിക്കുന്നതിൽ ഞെട്ടിക്കുന്ന ഒരു വാർത്ത എന്ന് പറയുന്നത്, ഗുനിയ ദേവി എന്ന് പറയുന്ന വനിത ഹരിയാനക്കാരിയാണ്. അവർ 1/3/2022 മരണപ്പെട്ടുപോയി. അതായത് ഹരിയാനയിലെ നിയമസഭാ ഇലക്ഷൻ നടക്കുന്നതിന് 2 വർഷം മുമ്പ് അവർ മരിച്ചു. അപ്പം അവരുടെ പേരിൽ വോട്ട് ചെയ്തിട്ടുണ്ട്. അവരുടെ പേരിൽ വോട്ട് ചെയ്തേക്കുന്നതിൻ്റെ അവരുടെ പേരിൽ കാണുന്ന പടം ആരുടെ ആണെന്നറിയാമോ? ഒരു ബ്രസീലിയൻ മോഡലായിട്ടുള്ള ലാരിസ എന്ന് പറയുന്ന വനിതയുടേതാണ് ആ പടം. അവർ അത് പ്രതികരിച്ചിട്ടുണ്ട്. കാരണം ഇത് എന്ത് അസംബന്ധമാണ്, എൻ്റെ പടം ഇങ്ങനെ ഉപയോഗിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് അവർ പ്രതികരിച്ചിട്ടുണ്ട്. പക്ഷേ ഇത് ആരെയാണ് കുറ്റം പറയുന്നത്? കാരണം ഇലക്ഷൻ കമ്മീഷനൊന്നും ഉണ്ടാക്കത്തില്ലല്ലോ. ഇലക്ഷൻ കമ്മീഷൻ എല്ലാം റെഡിയല്ലേ. ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞേക്കുന്ന എല്ലാം ശരിയാണ്, അവർ ചെയ്യുന്നത് എല്ലാം ശരിയായ നടപടിയാണ് എന്ന് പറഞ്ഞു പോയേക്കാണ്. അപ്പോൾ ഈ മരണപ്പെട്ട ഈ ഗുനിയ ദേവിയുടെ അമ്മായിയമ്മ അവർ ഈ സ്ത്രീ മരിച്ചതിൻ്റെ ഡെത്ത് സർട്ടിഫിക്കറ്റും ഒക്കെ ഹാജരാക്കി. എന്നിട്ട് അവർ പറഞ്ഞു ഇതെങ്ങനെ ഇപ്പോഴും വോട്ടർ പട്ടിക പേരുണ്ടെന്ന് പോലും ഞങ്ങൾക്കറിയത്തില്ലായിരുന്നു. പിന്നെ ഈ ബ്രസീലിയൻ മോഡലിൻ്റെ പടം, ഈ ലാരിസയുടെ പടം ഇതെങ്ങനെ ഈ മരുമകളുടെ സ്ഥാനത്ത് അതിൽ വന്നു എന്നുള്ളതും അവർക്ക് അജ്ഞാതമാണ്, അവർക്കറിയില്ല. പക്ഷേ വോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയ അഴിമതിയല്ലേ നടന്നു വന്നേക്കുന്നത്, അത് വോട്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ ആരാണ് കള്ളവോട്ട് രേഖപ്പെടുത്തിയേക്കുന്നത്? വളരെ ആസൂത്രിതമായിട്ട് കള്ളവോട്ടുകൾ ഇങ്ങനെ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഡ്യൂപ്ലിക്കേഷൻ ഉൾപ്പെടെയുള്ള എല്ലാം രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാണിച്ചേക്കുന്നത് വളരെ ശരിയായ കാര്യമല്ലേ. അപ്പോൾ അതിനിടയിൽ ഈ ബ്രസീലിയൻ മോഡലിൻ്റെ ചിത്രമുള്ള 22 പേരിൽപ്പെട്ട 5 പേര് കേട്ടോ, 5 പേരെ റെഡിയാക്കി എടുത്തിട്ട് എന്തോ അറിയാം, 5 പേരെ അവർ ശരിയാക്കി ഈ എതിർഭാഗം വോട്ട് ചെയ്യിപ്പിച്ച ആളുകൾ റെഡിയാക്കിയിട്ട് പറഞ്ഞു പടം മാറിപ്പോയതാ, പക്ഷേ വോട്ട് ഞങ്ങളാ ചെയ്തേ. ഞാൻ ചോദിക്കട്ടെ, ഈ വോട്ടർ പട്ടികയിൽ കാണുന്ന പടത്തിലെ ആളല്ല വരുന്നതെന്നുണ്ടെങ്കിൽ അവിടെ വോട്ട് ചെയ്യാൻ പെർമിറ്റ് ചെയ്യുമോ? അപ്പോൾ വോട്ടർ പട്ടികയിലുള്ള ഒരു പടം, അത് ബ്രസീലിയൻ മോഡലിൻ്റെ പടമാണ് വന്നത്, പക്ഷേ വന്നേക്കുന്ന വേറെ സ്ത്രീ വോട്ട് ചെയ്യാൻ. അവരെ പടം മാറിപ്പോയെന്ന് പറഞ്ഞാൽ പടം മാറിയാൽ നിങ്ങൾക്ക് വോട്ടില്ല. കാരണം നിങ്ങളുടെ അല്ല ഇത്, നിങ്ങളല്ലിത്. ഇവിടൊക്കെ ഇങ്ങനെ സംഭവിക്കാറുള്ളത്. പിന്നെ അവിടൊക്കെ എന്ത് സംഭവിക്കും? കാരണം ഏത് തോന്നിയ ദിവസവും കാണിക്കും. ഈ ഇലക്ഷന് പോളിങ്ങിന് ആ ബൂത്തിൽ ഇരിക്കുന്ന ആളുകളും ഒക്കെ ഉണ്ടല്ലോ, അതെല്ലാം ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ആളുകളാണെന്നുണ്ടെങ്കിൽ പിന്നെ കാര്യങ്ങൾ എളുപ്പമല്ലേ, വളരെ എളുപ്പമാണ്. അപ്പോൾ ആ രീതിയിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഏത് പടം ഉണ്ടെങ്കിലും എന്താ, അതാ വീടെന്തിനാ, വീട് 0 പോരെ, അല്ലെ 0-0 പിന്നെ അല്ലെ 0-0-0 ഇതൊക്കെ മതി. വീട്ടുപേരൊന്നും വേണ്ട, ഒരു പ്രശ്നവും ഇല്ല. വീട് വേണ്ട, പടം ഏത് പടമായാലും ഒരു കുഴപ്പമില്ല. ആരുടെയെങ്കിലും ഒരു പടം എടുത്തു കൊടുക്കുക. ഇനി പാവപ്പെട്ട മഹാത്മാഗാന്ധിയുടെയൊക്കെ പടം വെച്ച് ആളുകൾ എത്ര പേര് വോട്ട് ചെയ്യും എന്നുള്ളതിനെ കുറിച്ചാണ് ഇപ്പോൾ ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലും നടന്നിരിക്കും കേട്ടോ നമ്മുടെ നാട്ടിൽ. ഇതൊക്കെ നടക്കും. കാരണം ഇലക്ഷൻ കമ്മീഷൻ അത്രയും സ്ട്രോങ് അല്ലേ നമ്മുടെ നാട്ടിൽ, അതുകൊണ്ട് അത് നടക്കും, ഇതൊക്കെ നടക്കും. ഇനിയിപ്പോൾ ഈ 5 പേര് പുറത്തോട്ട് വന്ന് പറഞ്ഞേക്കുന്നത് ഇതാണ്,
അവരാണ് യഥാർത്ഥ വോട്ടർമാർ. അവർ വോട്ട് ചെയ്തു, അവർ ഞങ്ങൾ തന്നെ വോട്ട് ചെയ്തേക്കുന്നത്, ഞങ്ങളുടെ വോട്ടാണ്, പടം മാറിപ്പോയതാണെന്ന്. അത് പറയാൻ ഇപ്പം ഇനി അച്ഛനും അമ്മയും മാറിയാന്ന് പറയുമെന്ന് എനിക്കറിയത്തില്ല. ഏതായാലും അതും വേണമെന്ന് പറഞ്ഞിരിക്കും. എൻ്റെ ഒരു വകയിലെ ഒരു അച്ഛൻ്റെ പേരാണ് വന്നത്, നേരെയുള്ള അച്ഛനല്ല എന്നുള്ള പേര് ആ രീതിയിലും പറയാം. ഇനി പറഞ്ഞു നോക്കും, നമുക്കതൊക്കെ നമുക്ക് ചിന്തിക്കാനുള്ള കാര്യമാണ്. കാരണം അവരെ കൊണ്ട് എന്ത് പറയിപ്പിക്കാൻ പറ്റും, ആ രീതിയിലാണ് കാര്യങ്ങൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഹരിയാനയിലെ ഈ തിരഞ്ഞെടുപ്പ് ഫലമെന്ന് പറയുന്നത് വളരെ അപ്രതീക്ഷിതമായിരുന്നു. അതെങ്ങനെ ആവും, അങ്ങനെ ഇതെങ്ങനെ വന്നു എന്നുള്ളതിനെക്കുറിച്ച് തന്നെ ഒരുപാട് റിസർച്ച് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. കാരണം അത്രത്തോളം എതിർപ്പ് ഇവർക്കെതിരെ, BJPക്കെതിരെ ഉണ്ടായിരുന്നു. കാരണം കർഷകരുടെ ഭാഗത്തു നിന്നുള്ള വളരെ, അതായത് ഹരിയാനയിലെയാണ് കർഷകർ ഏറ്റവും കൂടുതൽ പുറത്തോട്ടിറങ്ങി അവർക്കെതിരെ, ഈ ഗവൺമെൻറ്റിനെതിരെ സമരം ചെയ്തത്. അവർക്കെതിരെയുള്ള ബുദ്ധിമുട്ടിന് അത് അവസാനിപ്പിക്കണം എന്നുള്ളതിന് എതിരെ അവർ സമരം ചെയ്തു വന്നു. വളരെ വലിയ പ്രക്ഷോഭമായിരുന്നു നടന്നത്. ഒരുപാട് പേര്, അത് കർഷകർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഒരുപാട് പേര് അത്രത്തോളം സഹിച്ചിട്ടുണ്ട്. അവർ എത്രയോ നാളവർ തെരുവിൽ കിടന്നു, അവർ റോഡുകൾ തടഞ്ഞു, ഇതെല്ലാം ഉണ്ടായി. ഇത്രയൊക്കെ ആയിട്ടും ഞങ്ങൾക്കിവിടെ ജയിക്കാനുള്ള മാർഗങ്ങളൊക്കെ ഞങ്ങൾ കണ്ടുവച്ചിട്ടുണ്ട് എന്ന് പറയുന്ന ആളുകളുണ്ടായിരുന്നു. അതാ കാര്യം. അങ്ങനെ പറയുന്ന ഒരു BJP നേതാവിൻ്റെ പടമൊക്കെ ഉണ്ടായിരുന്നല്ലോ, കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ഏതായാലും ശരി, ഇത് എങ്ങനെ അവർ ജയിച്ചു എന്നുള്ളത് റിസർച്ച്, ആ റിസർച്ചിൻ്റെ ഭാഗമായിട്ട് വന്നതാണ് ഈ വിവരങ്ങളെല്ലാം. ഇനി കൂടുതൽ വിവരങ്ങൾ നമുക്ക് കിട്ടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി ഏതായാലും കോൺഗ്രസ് ഈ മാസം അവസാനം ഡൽഹിയിലെ രാംലീല മൈതാനത്ത് ഒരു വലിയ റാലി, ഇതിനെതിരെ ഒരു പ്രക്ഷോഭം എന്നുള്ള നിലയിൽ ഒരു റാലി നടത്താൻ ഉള്ള ഉദ്ദേശത്തിലാണെന്നറിയുന്നു. ജനങ്ങളിലേക്ക് ഇത് കൂടുതൽ എത്തണം. കാരണം ജനങ്ങൾ തിരിച്ചറിയണം ഇങ്ങനെയൊക്കെയുള്ള സംഭവം ഉണ്ടെന്ന്. അവിടെ ആരെങ്കിലും വോട്ട് ചെയ്യാൻ വരുമ്പോൾ ഈ പോളിംഗ് ഏജൻസും എന്നൊക്കെ പറയുന്ന ഓരോ രാഷ്ട്രീയ പാർട്ടിയുടെ ഏജൻസൊക്കെ ഉണ്ടല്ലോ, അവർക്ക് ഒരു ഉത്തരവാദിത്വമൊക്കെ വേണ്ടേ? ഈ പടത്തിലെ ആളല്ല വന്നേക്കുന്നത്, ഇതല്ല എന്ന് അവർ ഒബ്ജക്റ്റ് ചെയ്യണം. ഇത് ശരിയല്ല, ഈ പടത്തിലെ ആളല്ല ഇവിടെ വന്നേക്കുന്നത്, ഇവരുടെ വോട്ടർ പട്ടികയിൽ ഇവരുടെ അല്ല കാണിച്ചേക്കുന്നത് എന്ന് പറഞ്ഞ് ഒബ്ജക്റ്റ് ചെയ്ത് വോട്ട് ചെയ്യിക്കരുത് ഇങ്ങനെയുള്ളവരെ കൊണ്ട്. അതാ വേണ്ടത്. ഇതുപോലെ കള്ള വോട്ട് ചെയ്യിപ്പിക്കാതിരിക്കാൻ നോക്കേണ്ടത് ഈ ആളുകളാണ്. അതിൻ്റെ കാര്യം ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത് എന്തെന്നറിയോ? ഈ ആരോപണങ്ങൾ ഉന്നയിക്കാനും ഇത് പുറത്തോട്ട് കൊണ്ടുവരാനും ഇത് റിസർച്ച് ചെയ്ത് കണ്ടുപിടിച്ച് ഇതുപോലെ സത്യസ്ഥിതി അവതരിപ്പിക്കാനും രാഹുൽ ഗാന്ധി വളരെ കഷ്ടപ്പെടുന്നുണ്ട്. പക്ഷേ രാഹുൽ ഗാന്ധിയോടൊപ്പം രാഹുൽ ഗാന്ധി മാത്രമേ ഉള്ളൂ. ഈ അണികളെന്നൊക്കെ പറയുന്നവരില്ലേ, അവരൊക്കെ തന്നെ അല്ലേ ഈ പാർട്ടി പ്രവർത്തകരല്ലേ ഈ പോളിംഗ് ഏജൻസായിട്ടൊക്കെ ഓരോ രാഷ്ട്രീയ പാർട്ടിയുടെ ഇരിക്കുന്നത്. അവന്മാർ പഴം തിന്നോണ്ടിരിക്കുകയാണ് അവിടെ ഈ വോട്ടിൻ്റെ സമയത്ത്. അവന്മാർ പഴം വിഴുങ്ങിയത് ഇരുന്നുകൊണ്ട് കാര്യമില്ലല്ലോ. അവർ മനസ്സിലാക്കണ്ടേ ഇത്. അവർ നോക്കണം, ചിന്തിക്കണം, അവർ പ്രവർത്തിക്കണം. അതവർ ചെയ്യുന്നില്ല. ഇതാണ് നമ്മൾ കാണേണ്ടത്. അപ്പോൾ ഈ രാഹുലിനോടൊപ്പം ഇപ്പോൾ രാഹുൽ മാത്രമേ ഉള്ളൂ എന്ന് വേണം പറയാൻ. അണികൾ പോലും രാഹുൽ ഗാന്ധിയോടൊപ്പം ഈ കാര്യത്തിൽ കാണത്തില്ല. രാഹുൽ ഗാന്ധി കഷ്ടപ്പെട്ട് ഈ വിവരങ്ങളൊക്കെ പുറത്തോട്ട് കൊണ്ടുവരുന്നു. പക്ഷേ അതിനെ അയാളെ പപ്പുവെന്നും ഗോപാലനെന്നും ഒക്കെ വിളിച്ച് ആക്ഷേപിക്കുക എന്നുള്ളതല്ലാതെ അതിനപ്പുറത്തോട്ട് വേറെ ഒന്നും നടക്കുന്നില്ല ഇവിടെ. അങ്ങനെ ഒരാളെ ആക്ഷേപിച്ചുകൊണ്ടുണ്ടല്ലോ ആ മനുഷ്യൻ ഈ നിർത്തുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട. നിങ്ങൾ എത്ര അയാളെ ആക്ഷേപിച്ചാലും ശരി, അയാൾ വീണ്ടും ഇത് തുടർന്നുകൊണ്ടേയിരിക്കും. അങ്ങനെ ബ്ലഡാണ് അയാൾക്ക് കേട്ടോ. അത് നമ്മൾ തിരിച്ചറിയണം. അതാ വേണ്ടത്.